ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ദൈവരാജ്യത്തെ ഉപമകളിലൂടെ അവതരിപ്പിക്കുന്ന മത്തായി സുവിശേഷത്തിലെ 13-ാം അധ്യായം പോലെ പല ഭാഗങ്ങളിലായിട്ട് വിതറി ചിതറിയിട്ടിരിക്കുകയാണ് ലൂക്കാ സുവിശേഷത്തിൽ ഈ ഉപമകൾ. ഇവിടെ ലൂക്കാ 13 അതിൽ മനോഹരമായ 2 ഉപമകൾ നമ്മൾ വായിക്കുകയാണ്. സ്വർഗരാജ്യം കടുകുമണിക്ക് സദൃശ്യം. ചെറിയ വിത്തായ കടുകുമണി അത് വിടർന്ന് കിളിർത്ത് വലുതായി കഴിയുമ്പോൾ അത് ഒരു മരം പോലെയാകാനുള്ള സാധ്യത ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്പം കൂടെ വലിപ്പത്തിൽ വളരുന്ന മരമായിട്ട് ഈ കടുക് ചെടി വിശുദ്ധ നാട്ടിൽ പലസ്തീനയിലൊക്കെ വളരുന്നുണ്ടാകാം. നമ്മുടെ നാട്ടിൽ അതുപോലെയുള്ള പല മരങ്ങളും ഉണ്ടല്ലോ, തീരെ പൊടി വിത്തുകളുള്ളത് മരമായി മാറുന്നത്. ഒരു ചെറിയ വിത്ത് വലുതായി മരമായി തീരുന്ന ഒരു സാധ്യത അത് നമ്മുടെ മുമ്പിൽ ഈശോ തുറന്ന് കാണിച്ചിട്ട് നമ്മളോട് പറയുകയാണ്, ഇതാണ് ദൈവരാജ്യം. ഒരു കടുകുമണിയോളം ചെറുതായ ഒരു വിത്ത് അത് മനുഷ്യഹൃദയത്തിൽ ദൈവം പാകിയാൽ ആ വിത്ത് വളർന്ന മരമായി വലുതായി ആകാശത്തിലെ പറവകൾക്ക് അതിൻ്റെ കൊമ്പുകളിൽ ചേക്കേറാൻ കഴിയും വിധം മരമായിട്ട് വളരുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വിതയ്ക്കുന്ന വിത്തിനെ, വചനമാകുന്ന വിത്തിനെ, അതിനെ പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്ത് ദൈവരാജ്യത്തിൻ്റെ വലിയ സങ്കല്പങ്ങളിലേക്ക് നയിക്കണമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു ഉദാഹരണം ഈശോ പറയുന്നത്, ഒരു സ്ത്രീ മാവ് പുളിക്കാനായിട്ട് മാവിൽ ചേർക്കുന്ന പുളിമാവ് പോലെയാണ് സ്വർഗരാജ്യം. കുറച്ച് മാവിൽ അല്പം ഒരു നുള്ള പുളിമാവ് ചേർക്കുമ്പോൾ മാവ് പുളിച്ച് പൊങ്ങുകയും രുചികരമായ അപ്പം ചുട്ടെടുക്കാനാവും വിധം അത് പരിപക്വമാവുകയും ചെയ്യുകയാണ്. നമ്മൾ പുളിമാവല്ലല്ലോ കഴിക്കുക. ആ പുളിമാവ് മറ്റേ മാവിനോട് ചേർന്ന് കഴിയുമ്പോൾ ആ പാത്രത്തിലുള്ള മാവ് മുഴുവനും പുളിച്ച് പൊങ്ങും. കൂടുതൽ സമൃദ്ധമായ, കൂടുതൽ സോഫ്റ്റായ, കൂടുതൽ രുചികരമായ വിഭവമായിട്ട് അത് മാറും. ഞാനും നിങ്ങളുമൊക്കെ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരാകുമ്പോൾ എന്നിലും നിങ്ങളുടെയുമൊക്കെ ദൈവം വിതച്ച വിത്ത് അത് പരിപുഷ്ടമായി വളരുമ്പോൾ ആ വിത്ത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് മാറുന്നു. നമ്മിലൂടെ വചനം ലോകമൊക്കെയും എത്തുന്ന അനുഗ്രഹത്തിൻ്റെ സുവിശേഷമായി മാറണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയ്ക്ക് ചെയ്യാനുള്ളത് അവിടുന്ന് കാലങ്ങൾക്ക് മുമ്പേ ചെയ്തു കഴിഞ്ഞു. മനുഷ്യഹൃദയത്തിൽ, ക്രൈസ്തവ ഹൃദയങ്ങളിലെല്ലാം ഈ വചനത്തിൻ്റെ വിത്ത് ഈശോ വിതച്ചിട്ടുണ്ട്. ഇനി എൻ്റെയും നിങ്ങളുടെയും ഊഴമാണ്, എൻ്റെയും നിങ്ങളുടെയും കർമ്മമേഖലയാണ് ഈ വചനത്തെ കൂടുതൽ പ്രോജ്വലിപ്പിച്ച്, കൂടുതൽ സജീവമാക്കി, കൂടുതൽ വളർത്തിയെടുത്ത് ലോകമൊക്കെയും എത്തിക്കുക. അവൻ്റെ സുവിശേഷം നാടിനു മുഴുവൻ, ലോകത്തിനു മുഴുവൻ രുചി പകരുന്നതാകാൻ, മികവ് നൽകുന്നതാകാൻ, സോഫ്റ്റാക്കുന്നതാകാൻ, അതിനെ ഉപയോഗിക്കുവാൻ തക്കവിധം ലോകത്തെ പരിപക്വമാക്കിയെടുക്കുക നമ്മുടെ ദൗത്യം.
ക്രിസ്ത്യാനി ഒരു പുളിമാവ് പോലെ മനുഷ്യഹൃദയങ്ങളിലേക്ക്, ലോക മനസ്സാക്ഷിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയൊക്കെ സദ്വാർത്തയായി രൂപാന്തരപ്പെടാനുള്ളതാണ്. ക്രിസ്തുനാഥൻ ഇന്ന് ലോകത്തിൽ ജീവിക്കേണ്ടത് നമ്മിൽ ഓരോരുത്തരിലൂടെയുമാണ്. എൻ്റെയും നിങ്ങളുടെയും സംസാരത്തിലൂടെ, എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികളിലൂടെ, എൻ്റെയും നിങ്ങളുടെയും ചിന്തകളിലൂടെ, അറിവുകളിലൂടെ ഈ വചനം അനേകരിലേക്ക് പകർന്നു കൊടുക്കപ്പെടണം. അതിന് ഉപകരണമായി തീരാനാണ് യേശുനാഥൻ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഇന്ന് വിശുദ്ധ യൂദാസ് തദേവുസിൻ്റെയും ശിമിയോൻ്റെയും തിരുനാൾ കൂടെ സഭ ആചരിക്കുകയാണ്. ക്രിസ്തുനാഥൻ്റെ അവിടുന്ന് വിതച്ച വിത്തിൻ്റെ ആദ്യ അങ്കുരം അവിടുത്തെ ശ്രേഷ്ഠ ശിഷ്യന്മാരിലായിരുന്നു എന്ന് നമുക്കറിയാം. അല്പം തീവ്രവാദികളായിരുന്ന ഈ 2 ശിഷ്യന്മാർ ജനസമൂഹത്തിനിടയിൽ അവൻ്റെ വചനത്തിന് സാക്ഷികളായിട്ട് തീർന്ന് രക്തസാക്ഷിത്വം മകുടം ചൂടി ക്രിസ്തുവിൻ്റെ സാക്ഷിയാവുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ദൗത്യം ഈ ലോകത്തിന് സുവിശേഷത്തിൻ്റെ വിത്ത് പകരുക എന്നതാണ്. ഈ ധന്യവിശുദ്ധരുടെ മാതൃക ഏറ്റെടുത്തുകൊണ്ട് അനേക ഹൃദയങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ വിത്തുകൾ പാകാൻ, അതിനെ കൂടുതൽ ഫലപുഷ്ടമാക്കാൻ, അതിനെ കൂടുതൽ ധന്യമാക്കാൻ, രുചികരമാക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കണം. ഈ ലോകജീവിതം മറ്റുള്ളവർക്ക് ധന്യമാക്കുന്ന അനുഭവങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ലോകജീവിതത്തിൽ എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടട്ടെ. അവനിനി സഞ്ചരിക്കേണ്ടത് എൻ്റെ പാദങ്ങളിലൂടെയാണ്. അവനിനി നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ കരങ്ങളിലൂടെയാണ്. സദ്വാർത്ത ലോകത്തിന് പകർന്നു കൊടുക്കേണ്ടത് എൻ്റെ അധരങ്ങളിലൂടെയാണ്. അവൻ്റെ നൊമ്പരം കേൾക്കേണ്ടത് എൻ്റെ കാതുകളിലൂടെ, അവൻ്റെ കഷ്ടപ്പാട് കാണേണ്ടത് എൻ്റെ കണ്ണുകളിലൂടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, നിൻ്റെ ദൈവരാജ്യ പ്രഘോഷണത്തിന്, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതീകരണത്തിന് എന്നെയും ഉപകരണമാക്കണമേ എന്ന പ്രാർത്ഥനയോടെ വിശുദ്ധ യൂദാസ് തദേവുസിൻ്റെയും ശിമിയോൻ്റെയും മാധ്യസ്ഥം നമുക്ക് തേടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.